ഉത്രാടത്തിനും തിരുവോണത്തിനും വീട്ടുമുറ്റത്ത് മണ്ണിൽ മെനഞ്ഞ തൃക്കാക്കരയപ്പനും മാധേവനും കൺകുളിർക്കി നിലകൊണ്ടിരുന്ന പഴയകാല ഓണച്ചിത്രങ്ങൾ മലയാളിക്ക് ഇന്ന് ഓർമ്മ മാത്രമായി മാറുകയാണ്. എന്നാൽ കാലം മാറിയെങ്കിലും പഴമയുടെ ആചാരപ്പെരുമയും തനിമയും ഒട്ടും ചോർന്നു പോകാതെ ഇന്നും ഓണത്തെ വരവേൽക്കുകയാണ് മണ്ണമ്പറ്റ പാർത്തലവാര്യം. അത്തന്നാളിൽ ആരംഭിക്കുന്ന പൂവിടൽ ഉത്രാടത്തോടെ തൃക്കാക്കരയപ്പനും മാതേവർക്കും വഴിമാറുന്നതായിരുന്നു പരമ്പരാഗത രീതി. വെണ്ടയുടെയോ ചെമ്പരത്തിയുടെയോ നീര് ചേർത്ത് അരിമാവ് കൊണ്ട് മുറ്റത്ത് വട്ടത്തിൽ അണിയൽ വരച്ച ശേഷമാണ് ഇതിന് നടുവിലായി പലകയിൽ തൃക്കാക്കരയപ്പനെയും മാതേവരെയും പ്രതിഷ്ഠിക്കുന്നത്. മഹാവിഷ്ണുവിനെയോ മഹാബലി തമ്പുരാനെയോ ആണ് മാതേവരായി സങ്കല്പിക്കുന്നത്. മണ്ണുകുഴച്ച് ചതുർക്കോണാകൃതിയിൽ നീളത്തിൽ വണ്ണം കുറച്ച് തൃക്കാക്കരയപ്പനും വണ്ണം കൂട്ടി മാതേവരെയും നിർമ്മിക്കുന്നു. ചിലയിടങ്ങളിൽ ഉത്രാടത്തിൽ തൃക്കാക്കരയപ്പനും തിരുവോണനാളിൽ മാതേവരെയുമാണ് വയ്ക്കുക. മഴയുള്ളപ്പോൾ പ്രതിഷ്ഠയ്ക്ക് മീതെ തൊപ്പിക്കുട ചൂടിവെച്ചു കൊടുക്കുന്നതും കൗതുക കാഴ്ചയായിരുന്നു. തുടർന്ന് ചതയം നാളിലാണ് ഇവ എടുത്തുമാറ്റുന്നത്. പഴയ ചില തറവാടുകളിൽ കർക്കിടകത്തിലെ അത്തം മുതൽ തന്നെ ഓണാഘോഷത്തിന് തുടക്കമായിരുന്നു. ഈ ആചാരങ്ങളെല്ലാം ഇന്നും അതേപടി പാലിച്ചാണ് പാർത്തലവാര്യത്തെ ശങ്കരനാരായണ വാര്യരും കുടുംബവും ഓണത്തെ വരവേൽക്കുന്നത്. മുൻകാലങ്ങളിലെ കർക്കിടകത്തിലെ തിരുവോണം മുതൽ നിത്യേന പൂവിട്ട് ചിങ്ങമാസത്തിലെ അത്തം മുതൽ തൃക്കേട്ട കൂടിയുള്ള ദിവസങ്ങളിൽ 3ഉം 2ഉം ക്രമത്തിലും, മൂലത്തിന് 5ഉം 3ഉം, പൂരാടത്തിന് 7ഉം 5ഉം, ഉത്രാടത്തിന് 9ഉം 7ഉം ഇങ്ങനെ ക്രമത്തിൽ വിഷ്ണുവിനെയും മഹാലക്ഷ്മിയും എഴുന്നള്ളിച്ച് വയ്ക്കലാണ് പതിവ്. തിരുവോണം ദിവസം 11ഉം 9ഉം ക്രമത്തിൽ വാമനമൂർത്തിയെയും മഹാലക്ഷ്മിയെയും മഹാബലിയെയും എഴുന്നള്ളിച്ച് വയ്ക്കുകയാണ്. എന്നിട്ട് ഓണപ്പുടവ കൊടുക്കുക, അപ്പം, അട, പഴനുറുക്ക എന്നിവ നേദിക്കുക. ഇങ്ങനെയുള്ളൊരു കീഴ്വഴക്കാണ് ഉണ്ടായിരുന്നത്. ഉത്രാടം ദിവസം രാത്രി ദേശത്തെ പാണ്ഡ സമുദായക്കാർ കൊട്ടും പാട്ടുമായിട്ട് ഓണത്തപ്പനെ എതിരേൽക്കലും വീട്ടുകാരുടെ നാവൂറ് പാടലും ആയിട്ടുള്ള ചടങ്ങ് നടക്കാറുണ്ട്. പൊതുവെ 10 ദിവസവും ഓണത്തിൻ്റെ ആഘോഷമായിട്ട് തന്നെയാണ് ഇതിന് പല വിശദീകരണങ്ങളും ഉണ്ട്. 10 ദിവസം കൊണ്ട് ഗർഭം പൂർണ്ണമായിട്ട് വാമനമൂർത്തി പ്രത്യക്ഷമാവുന്ന ആ സാഹചര്യമായിട്ടും പലരും വിശദീകരിച്ച് കേട്ടിട്ടുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ പൂവിലി പോലും ഇല്ലാതെകൊണ്ടിരിക്കുന്ന ഒരു കാലമായി മാറിയിട്ടുണ്ട്. എങ്കിലും ഇവിടെ കീഴ്വഴക്കം പതിവുപോലെ തുടരാൻ സാധിക്കുമോ എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. സ്വന്തമായി മണ്ണിൽ നിർമ്മിച്ച് അരിമാവ് കൊണ്ട് അണിഞ്ഞ് ഓണപ്പുടവ സമർപ്പിച്ച് അലങ്കരിച്ചാണ് ഇവർ തൃക്കാക്കരയപ്പനെ മുറ്റത്ത് കുടിയിരുത്തുന്നത്. നഗരവൽക്കരണവും തിരക്കു പിടിച്ച ജീവിതശൈലിയും മലയാളിയുടെ ഇത്തരം സുന്ദരമായ ആചാരങ്ങളെ പിന്നോട്ടടിക്കുകയാണ്. ഇന്ന് പല വീടുകളിലും തൃക്കാക്കരയപ്പനെ കുടിയിരുത്തുന്ന രീതി അപ്രത്യക്ഷമായി കഴിഞ്ഞു. പകരം വിപണിയിൽ നിന്ന് വാങ്ങുന്ന മരത്തിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ കൃത്രിമ രൂപങ്ങൾ മാത്രമായി ഇത് ഒതുങ്ങി. തിരുവോണപ്പുലരിയിൽ പ്രധാന തറവാടുകളിൽ പാണർ വിഭാഗത്തിൽപ്പെട്ട കാരണവർമാർ എത്തി ഓണവരവറിയിച്ച് പാടിയിരുന്ന തുയിലോണത്തുപാട്ടുകളും ഇന്ന് ഓർമ്മകളിൽ മാത്രം ഒതുങ്ങി. നഷ്ടപ്പെട്ടു പോകുന്ന ഓണത്തനിമയെ വീണ്ടെടുക്കാനും വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാനും പാർത്തലവാര്യത്തെ കുടുംബം നടത്തുന്ന ഈ ശ്രമം ഏറെ ശ്രദ്ധേയമാണ്. CCN കടമ്പഴിപ്പുറം.